നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രക്ഷോഭം അതിലിപ്പോൾ പല വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ച് നുഴഞ്ഞു കയറുന്നവരുണ്ട്. അവരെ സൂക്ഷിക്കേണ്ടതാണ്. സമരം നടത്തുന്ന അഭിജിത് ദീപ്കെ പോലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഭാഗത്തും അക്രമം നടത്തുവാനായിട്ട് മനഃപൂർവ്വം ഇതിനുള്ളിലേക്ക് ആളുകൾ ഒരു സംഘം നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ നശിക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ ഇന്ത്യയിലൊരു പ്രക്ഷോഭം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സമരം നടക്കുകയാണ്. അത് വിദ്യാർത്ഥികളുടെ സമരം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ നുഴഞ്ഞു കയറി അതിനെ കൂടുതൽ അക്രമാസക്തമാക്കുകയും ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമായി ഇതിനെ കണക്കാക്കി അത്തരത്തിലുള്ള നുഴഞ്ഞു കയറ്റങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന പല വീഡിയോകളിലും പലരും ആയുധങ്ങളായിട്ട് വരുന്നവരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ലാത്തവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പാറ്റ സമരത്തിന്റെ മറവിൽ രാജ്യത്ത് അക്രമം അഴിച്ചുവിടാനുള്ള നീക്കം സുരക്ഷാ സേന തകർത്തു. നേപ്പാളിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഖാലിസ്ഥാൻ വിഘടനവാദ സംഘടനയായ വാരിസ് പഞ്ചാബ് ദേയിലെ സജീവ അംഗം ബിക്രംജിത്ത് സിംഗിനെയും US പൗരനായ മൻബീർ സിംഗ് ധില്ലണിനെയും സുരക്ഷാ സേന പിടികൂടിയിരിക്കുകയാണ്. ഇവർക്ക് സഹായം നൽകിയ 3 പ്രാദേശിക ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സശസ്ത്ര സീമാ ബൽ 42ാം ബറ്റാലിയനും പ്രാദേശിക പോലീസും ചേർന്ന് റു പൈദിഹ അതിർത്തിയിൽ നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് പ്രതികൾ കുടുങ്ങിയത്. വിസയില്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച മൻബീർ സിംഗ് ധല്ലൺ നിലവിലെ സാഹചര്യങ്ങൾ മുതലെടുത്ത് രാജ്യത്ത് അക്രമം പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എത്തിയതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. 2023 ഫെബ്രുവരിയിൽ പഞ്ചാബിലെ അച്നാല പോലീസ് സ്റ്റേഷനിൽ നടന്ന ആക്രമണ കേസിലും കൊലപാതക കേസിലും പ്രതിയായ ബിക്രംജിത്ത് സിംഗ് ഏറെ നാളായി ഒളിവിലായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഒളിവിൽ കഴിഞ്ഞ് ഇയാൾ വ്യാജ ആധാർ കാർഡിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ബന്ധങ്ങളെയും ഇന്ത്യയിൽ നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ചും സുരക്ഷാ ഏജൻസികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ നുഴഞ്ഞുകയറ്റ ശ്രമമെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മോദി സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ സമരം അവിടെ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. പക്ഷേ സോനം വാങ്ചുക്ക് അടക്കം നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. രാജിവെച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണെന്നും പ്രതീകാത്മക നടപടികൾക്ക് പകരം പരീക്ഷാ സമ്പ്രദായത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും ജനങ്ങൾ നൽകിയ ജനവിധി നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പോരായ്മകളുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും തിരുത്തൽ നടപടികൾ ഉടൻ നടപ്പിലാക്കുമെന്നും സർക്കാർ അറിയിച്ചു. കൂടാതെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ഇതിനുള്ള കരട് നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജിവെക്കുക എന്നത് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള തീരുമാനമാണ് എന്ന് അഭിപ്രായപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ സർക്കാർ മന്ത്രിക്കൊപ്പമാണെന്നും വ്യക്തമാക്കി. ജനങ്ങൾ ഞങ്ങൾക്ക് ജനവിധി നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും, പേര് വെളിപ്പെടുത്താത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ NDTVയോട് പറഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പോരായ്മകളെ കുറിച്ചുള്ള ഒരു പട്ടിക സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കാളികളായ നിരവധി സംഘങ്ങളെ ഞങ്ങൾ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരുമായി നടന്ന 2ാം ഘട്ട ചർച്ചയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണമെന്ന ആവശ്യം CJP ആവർത്തിച്ചിരുന്നു. പ്രധാന്റെ രാജി ആവശ്യത്തിന് ശനിയാഴ്ച ഉച്ചവരെ സർക്കാർ സമയം ചോദിച്ചിട്ടുണ്ടെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CJPയെ അറിയിച്ചു. ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ,
PMO സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരും CJPയെ പ്രതിനിധീകരിച്ച് ദേശീയ വക്താവ് സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരും പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പുറമെ പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരെയുള്ള FIRകൾ പിൻവലിക്കുക, സൻസദ് ചലോ മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അധികൃതർ മാപ്പ് പറയുക എന്നിവയും CJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കില്ലെന്നും നഷ്ടപരിഹാര വിഷയം തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും അറിയിച്ച സർക്കാർ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മറുപടി നൽകാൻ ശനിയാഴ്ച ഉച്ചവരെ സമയം ചോദിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്നോണം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്ക് മാറ്റുകയും വകുപ്പുകളിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസം നീണ്ട തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേന്ദ്രമന്ത്രിമാരെയും കണ്ടിരുന്നു. NTAയും വിദ്യാഭ്യാസ മന്ത്രാലയം ശക്തമായ വിമർശനം നേരിടുമ്പോഴും മന്ത്രിയെ മാറ്റാതെ പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമായി ശക്തമാക്കുമെന്നാണ് CJPയുടെ മുന്നറിയിപ്പ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക നടപടികളെ പിന്തുണച്ച യുവാക്കൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വീഡിയോ സന്ദേശവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പങ്കുവച്ച സന്ദേശത്തിൽ അദ്ദേഹം എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും, നമ്മൾ തമ്മിൽ ബന്ധം കൂടുതൽ ശക്തമാകും എന്ന് കൂട്ടിച്ചേർത്താണ് പ്രധാനമന്ത്രി വാക്ക് പൂർത്തിയാക്കിയത്. സന്ദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി അറിയിക്കുന്നതിനൊപ്പം പരീക്ഷാ സംവിധാനങ്ങളിലെ വിടവുകൾ നികത്തി ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ നൽകുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രതിഷേധം കത്തുമ്പോഴാണ് നാടകീയമായി ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളിലെ ഹ്രസ്വ ദൃശ്യങ്ങളിലൂടെയും നിർണായക മന്ത്രിസഭാ തീരുമാനങ്ങളിലൂടെയും യുവാക്കളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന തന്ത്രപരമായ നീക്കത്തിന് പ്രധാനമന്ത്രി മുതിർന്നത്. പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും സർക്കാരിന്റെ വാഗ്ദാനമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് തടയിടാൻ പുതിയ നിയമനിർമ്മാണം വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാരിന്റെ നീക്കം. പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അച്ചടക്ക നടപടിയാണ് ഭരണകൂടം സ്വീകരിച്ചത്. പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയിൽ നിന്ന് മറ്റു വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 47 പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. ഇതിനൊപ്പം സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ തസ്തികയിൽ നിന്ന് അടിയന്തരമായി സ്ഥലം മാറ്റുകയും ചെയ്തു. മുമ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച നിർണായക ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഘടനാപരമായ ഇത്തരം അഴിച്ചുപണികൾ വഴി സുതാര്യതയും സുരക്ഷയും വീണ്ടെടുക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. പരീക്ഷാ ക്രമക്കേടുകളുടെ പ്രധാന ഉറവിടമായി മാറിയ പുറം കരാർ സമ്പ്രദായത്തിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനം. പരീക്ഷാ കേന്ദ്രങ്ങളുടെ മേൽനോട്ടവും സാങ്കേതിക സൗകര്യങ്ങളും സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്ന രീതിയും ഒഴിവാക്കി. കേന്ദ്ര ഏജൻസി തന്നെ നേരിട്ട് സുരക്ഷ നിർവഹിക്കും. പ്രധാനപ്പെട്ട 20ഓളം ദേശീയതല പ്രവേശന പരീക്ഷകൾ നടത്തുന്ന സംവിധാനമായതിനാൽ ഇനി മുതൽ കർശനമായ ഡിജിറ്റൽ ഭൗതിക പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരും. സാധാരണയായി എക്സ് പ്ലാറ്റ്ഫോം വാർത്താവിനിമയത്തിനായി ഉപയോഗിക്കാറുള്ള പ്രധാനമന്ത്രി നാടകീയമായി ഇൻസ്റ്റഗ്രാമിലൂടെ യുവാക്കളോട് സംസാരിച്ചതും വലിയ രാഷ്ട്രീയ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. തെരുവിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ തണുപ്പിക്കാനും സർക്കാരിന്റെ ഭാഗം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനും ഈ നീക്കത്തിന് കഴിഞ്ഞുവെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. സുഹൃത്തുക്കളെ ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പങ്കുവെച്ച സന്ദേശത്തിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷത്തിലേറെ പുതിയ പിന്തുടർച്ചക്കാരെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതോടെ പ്രധാനമന്ത്രിയുടെ ആകെ ഇൻസ്റ്റഗ്രാം പിന്തുടർച്ചക്കാരുടെ എണ്ണം 10,20,00,000 കടന്നു. സന്ദേശത്തിന് ലഭിച്ച അത്യപൂർവമായ ജനപ്രീതി ചൂണ്ടിക്കാട്ടി തന്റെ മന്ത്രിസഭാംഗങ്ങളോടും ഭരണകക്ഷി പ്രതിനിധികളോടും പുതിയ തലമുറയുമായി നേരിട്ട് സംവദിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. കേവല വികസന റിപ്പോർട്ടുകൾ നൽകുന്നതിന് പകരം തത്സമയ സംവാദങ്ങൾ വഴി യുവാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകണമെന്നും മോദി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച രാത്രി വീണ്ടും പുതിയ സന്ദേശം പങ്കുവച്ച് മോദി യുവാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിയത്.